ഹേ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ബേക്കൽ ഫോർട്ട് ബീച്ചിലാണ്. അപ്പോൾ നമുക്ക് ബേക്കൽ ഫോർട്ട് ബീച്ചിലേക്ക് പോകാം. അപ്പോൾ മറ്റ് ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ബീച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഗേറ്റൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു പാർക്ക് പോലെ നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് നോക്കുക കേട്ടോ. അതുപോലെ നമ്മൾ റിലാക്സ് ചെയ്യാം. അതുപോലെ നല്ലൊരു ബീച്ചാണ്. അങ്ങനെ മാലിന്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല വ്യൂ ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് വലിയൊരു പാർക്കാണ്. എന്നിട്ടാണ് നമ്മുടെ ബീച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാറിലിങ്ങനെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിലാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു വേറെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സാനിറ്റൈസറും തരും. ഇതൊക്കെ എഴുതിയിട്ട് നമ്മൾ പേര് എഴുതിയിട്ട് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബീച്ചിലോട്ട് കയറുവാണ്. പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ പാലിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ എനിവേ നമ്മുടെ റിയൽ ബീച്ചിലോട്ട് നമ്മൾ കയറുവാണ്. അപ്പോൾ ഇതുപോലൊരു പാർക്കും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്കൂടെയൊക്കെ നടന്ന് അങ്ങറ്റം കാണുന്ന ബീച്ചിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു നടക്കാനായിട്ടൊരു ഒരു പാത പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഒരു സൈഡിൽ നമ്മൾ നേരെ പോയാലാണ് നമുക്ക് ബീച്ചിലോട്ട് വരാനായിട്ട് സാധിക്കുക. അപ്പുറത്തെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ പാർക്ക് പോലെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ നമ്മുടെ ഡൈനോസറിൻ്റെ ഒരു ശില്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോകണം. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് എത്തിയിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞ പോലെ ഇരിക്കും. ഓക്കെ, അപ്പം ബീച്ചും പാർക്കും കൂടെ കൂടിയ ഒരു അടിപൊളി സ്ഥലമാട്ടോ ഇത്. ഞാൻ ഇന്നേ വരെ ഞാൻ ഈ ബീച്ചിൽ വന്നിട്ടുമില്ല. ഇത്രയും നല്ലൊരു ബീച്ച് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ പെണ്ണമ്മേൻ്റെ അമ്മയൊക്കെ നടന്നു വരുവാണ് ബീച്ചിലോട്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് സീറ്റിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ബീച്ചിലോട്ട് നടക്കാം. അപ്പോൾ ഇത് വലിയൊരു വ്ളോഗൊന്നുമല്ല, നമ്മൾ നോർമൽ കാണിക്കുന്ന പോലെ തന്നെ. പക്ഷേ മെയിനായിട്ട് നമ്മൾ പാർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചത്. കാരണം ബീച്ച് അങ്ങനെ വലുതായിട്ട് കാണിക്കാനായിട്ട് നമുക്കൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യൂ.